ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 10 മാത്തമാറ്റിക്സിൽ ചാപ്റ്റർ 7 കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ എക്സസൈസ് 7.2 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ഓക്കെ, ടു കണ്ടക്ട് sports day activities in your rectangular shaped school ground ABCD, lines have been drawn with chalk powder at a distance 1 meter each. 100 flower pots have been placed at a distance of 1 meter from each other along AD, as shown in the figure. അതായത് നമ്മളുടെ സ്ക്വയർ ഷേപ്പിലുള്ള അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഗ്രൗണ്ടിൽ സ്പോർട്സ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ലൈനുകൾ വരച്ചിട്ടുണ്ട്. ആ ലൈനുകളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ഇതാണ് ആ ലൈനുകൾ ഓരോന്നും കേട്ടോ. അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. അതേപോലെ തന്നെ ഒരു 100 ഫ്ലവർ പോട്ടുകൾ വെച്ചിട്ടുണ്ട്. അതും ഓരോന്നും ഓരോ മീറ്റർ ഡിസ്റ്റൻസിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, as shown in the figure. ഇനി നിഹാരിക runs 1/4 the distance AD on the second line. സെക്കൻഡ് ലൈനിൽ നിഹാരിക 1/4 ഓഫ് ADയുടെ 1/4 പോയി എന്നാ പറയുന്നത് കേട്ടോ. ആൻഡ് പോസ്റ്റ് എ ഗ്രീൻ ഫ്ലാഗ്. പ്രീത് runs 1/5 ഓഫ് ദ ഡിസ്റ്റൻസ് AD on the 8th line. പ്രീതി ഓടിയിട്ടുള്ളത് 8ാമത്തെ വരിയിലുമാണ്. അതും 1/5 ഓഫ് ദ ഡിസ്റ്റൻസ് AD. ആൻഡ് പോസ്റ്റ് എ റെഡ് ഫ്ലാഗ്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫ്ലാഗ്? ഈ ഫ്ലാഗുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണണം. ഡിസ്റ്റൻസ് ഫോമിൽ വെച്ചാണ്ട് അതിന് നമുക്ക് ഇതിന്റെ കോർഡിനേറ്റ്സ് വേണം. ദെൻ ഇഫ് രശ്മി ഹാസ് ടു post a blue flag exactly halfway between the line segment joining these two flags, where should she post her flag? അതായത് രശ്മിക്ക് ഈ രണ്ട് ഫ്ലാഗുകളുടെ കറക്റ്റ് സെൻറ്ററിലായിട്ട് എന്ത് ചെയ്യണം? ഒരു ബ്ലൂ ഫ്ലാഗ് പോസ്റ്റ് ചെയ്യണം. അതിന് എവിടെ അവൾ പോസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ രണ്ട് ഫ്ലാഗുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണണം. ആ ഡിസ്റ്റൻസ് കാണുന്നതിന് ഈ രണ്ട് ഫ്ലാഗുകളുടെ കോർഡിനേറ്റ്സ് കിട്ടണം. ഇതിൻ്റെ ഇത് നിഹാരിക അല്ലെ, ഫസ്റ്റ് താര നിഹാരികയുടെ എക്സ് കോർഡിനേറ്റ് 2 ആണ്. ബട്ട് വൈ കോർഡിനേറ്റ് നമ്മൾ കണ്ടെത്തണം. 1/4 ഓഫ് എന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര ഫ്ലവർ പോട്ടിൻ്റെ അവിടെ എത്തി എന്ന് പറഞ്ഞിട്ടില്ല. 1/4 ഓഫ് ദ ഡിസ്റ്റൻസ്. സിമ്പിളായിട്ട് നമുക്ക് പറയാം 1/4 1/5 ഒക്കെ അല്ലേ. ഓക്കെ, ദെൻ രണ്ടാമത്തെ ആളാരാ? പ്രീത് എക്സ് കോർഡിനേറ്റ് 8 ആണ്. വൈ കോർഡിനേറ്റ് 1/5 ഓഫ് AD ആണ്. അപ്പോൾ ആ രണ്ട് കോർഡിനേറ്റ് നമുക്ക് ആദ്യം കാണണം. ദെൻ ഡിസ്റ്റൻസ് കാണണം. ദെൻ രശ്മിക്ക് ഇവരുടെ സെൻറ്ററിൽ ഒരു ഫ്ലാഗ് പോസ്റ്റ് ചെയ്യണം. ആ കോർഡിനേറ്റ് ഏതാന്നുള്ളതും കാണണം. അപ്പോൾ ആദ്യം 100 ഫ്ലവേഴ്സ് ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഈച്ച് ആർ 1 മീറ്റർ ഡിസ്റ്റൻസ്. ഓരോ ഫ്ലവർ പോട്ടുകളും 1 മീറ്റർ ഡിസ്റ്റൻസിലാണുള്ളത്. അപ്പോൾ ഓരോന്നും 1 2 കണ്ടോ. ഫസ്റ്റത്തത് 1, എവിടെ പേനയുടെ ഫസ്റ്റത്തത് 1, ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റത്തത് 1 മീറ്റർ, സെക്കൻഡ് 2 മീറ്റർ, തേർഡ് 3 4 5 6 അങ്ങനെ 100 മീറ്റർ ഉണ്ട്. ഇനി ടോട്ടൽ 100 മീറ്റർ വരും. അപ്പോൾ ദെൻ ഫസ്റ്റ് നിഹാരിക ഓടിയത് 1/4 ഓഫ് ദ ഡിസ്റ്റൻസ് ഇൻ ദ സെക്കൻഡ് ലൈൻ, അഥവാ 1/4 ഓഫ് ദ 100ന്റെ 1/4 നമുക്കറിയാം 25 ആണെന്നുള്ളത് അല്ലെ. സോ 1/4 ഓഫ് 100 എന്ന് പറയുമ്പോൾ 1/4 × 100, ദറ്റ് 100/4 25 ആണ്. സോ നിഹാരികയുടെ കോർഡിനേറ്റ് നേരത്തെ ഞാൻ പറഞ്ഞു എക്സ് കോർഡിനേറ്റ് 2 ആയിരിക്കും. വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 25 ആയിരിക്കും. 25th ഫ്ലവറിലായിരിക്കും അവൾ നിൽക്കുന്നത്. സോ നിഹാരികയുടെ കോർഡിനേറ്റ് 225. ദെൻ അടുത്ത് നമുക്ക് ആരത് കാണണം? പ്രീതിന്റെ കാണണം. പ്രീത് 1/5 ഓഫ് 100 ആണ് in the 8th line. So 1/5 of 100 എന്ന് പറയുമ്പോൾ 1/5 × 100. What is 1/5 × 100? That is 20. Okay, 1/5 × 100, 100/5 ചെയ്താൽ മതി. What is that is where is pen that is 20. ഓക്കെ, അപ്പോൾ പ്രീതിന്റെ കോർഡിനേറ്റ് എന്താ? 8th ലൈനിൽ 20th ഫ്ലവർ. സോ 820. 8 എക്സ് കോർഡിനേറ്റും 20 വൈ കോർഡിനേറ്റും. ഇനി ഡിസ്റ്റൻസ് കാണണം. നിഹാരികയുടെ കോർഡിനേറ്റ് 225 ആണ്. പ്രീതിന്റെ കോർഡിനേറ്റ് 820 ആണ്. ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യുക. √(x1 - x2) +y1 - y2) നമ്മൾ വാല്യൂ കൊടുത്തു. x1 y1 അല്ലെങ്കിൽ എക്സിന്റെ ഡിഫറൻസ്. വാട്ട് ഈസ് എ ഡിഫറൻസ് ഓഫ് x? 8 - 2. Then 20 - 25.
8 മൈനസ് 2 നമുക്ക് 6ഉം കിട്ടും. 20 മൈനസ് 25 മൈനസ് 5ഉം കിട്ടും. 6ന്റെ സ്ക്വയർ 36 ആണ്. 5ന്റെ സ്ക്വയർ 25 ആണ്. ഓക്കെ, ദെൻ 36 പ്ലസ് 25 6 5 11 3 2 5 6 റൂട്ട് 61. സോ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫ്ലാഗ്? റൂട്ട് 61. അപ്പോൾ ഫ്ലാഗുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടി മക്കളെ. എത്രയാ ഫ്ലാഗുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്? റൂട്ട് 61. ഇതുവരെ ഓക്കെ ആണല്ലോ. നിഹാരിക, പ്രീത്. നിഹാരിക 1/4 അഥവാ 25th ഫ്ലവർ പോട്ടിന് അവിടെ എത്തിയിട്ടുണ്ടാവും. സെക്കൻഡ് ലൈന്, സോ 225. പ്രീത് 1/5 ആയിരുന്നു, അത് 20 ആണ്. 100 ഫ്ലവർ പോട്ട് ആയതുകൊണ്ട് സോ ദാറ്റ് ഈസ് 820. 8th ലൈനിൽ അതിന്റെ ഡിസ്റ്റൻസ് കണ്ടപ്പോൾ റൂട്ട് 61. 61ന് റൂട്ട് ഉണ്ടോ? ഇല്ല. സോ റൂട്ട് 61 ഈസ് ദ ഡിസ്റ്റൻസ്. ഇനി മൂന്നാമത് ഒരാളുണ്ട്. ആര്? രശ്മി. രശ്മി ഹാസ് ടു പോസ്റ്റ് ദ blue flag exactly halfway between the line segment joining the two flags. Okay, അഥവാ ഈ രണ്ട് ഫ്ലാഗുകളുടെ കറക്റ്റ് സെന്ററിൽ ആർക്ക് പോസ്റ്റ് ചെയ്യണം? രശ്മിക്ക്. അപ്പോൾ ഫസ്റ്റത്തത് നിഹാരിക 225 ആണ്, മറ്റത് 820 ആണ് പ്രീതിൻ്റെത്. ഇവരുടെ രണ്ടുപേരുടെയും നടുക്ക് എന്ന് പറയുമ്പോൾ ഇവരുടെ കറക്റ്റ് മിഡ് പോയിന്റ് ആയിട്ട് വരും. അഥവാ M1:M2 എന്ന് പറയുന്നത് 1:1 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒന്നെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല x1 + x2/2 y1 + y2/2 ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റേഷ്യോയിലും കൊടുക്കാം. കോർഡിനേറ്റ്സ് ഓഫ് രശ്മി m1x2 + m2x1 / m1 + m2 m1y2 + m2y1 / m1 + m2. ഇതിൽ കൊടുത്താലും ലാസ്റ്റ് കണ്ടോ, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞ 1 × x2 1 × x1 എന്താ? x2 + x1 അല്ലെങ്കിൽ x1 + x2. ഓക്കെ, നമ്മളിതിൽ കൊടുത്തു കേട്ടോ. 1 × x2 8 ആണ്, x1 2 ആണ്, y2 20 ആണ്, y1 25 ആണ്. ഓക്കെ, 1 × 8 8 ആണ്, 1 × 2 2 ആണ്. കണ്ടോ, ലാസ്റ്റ് അങ്ങനെ തന്നെ വരുള്ളൂ. 8 + 2/2 20 + 25/2. 8ക്ക് 2 കൂട്ടിയാൽ 10 ആണ്. അപ്പോൾ 10/2 20ലോട്ട് 25 കൂട്ടിയാൽ 45/2. ഓക്കെ, ഇനി 10ന്റെ പകുതി 5 കിട്ടും. 45ന്റെ പകുതി എത്രയാ? 44ന്റെ പകുതി 22 ആണ്. അപ്പോൾ 22.5 ആണ് വരിക. 22.5 ആണ് വരിക അല്ലെ. 45/2 എന്ന് പറയുന്നത് എത്രയാണ്? 22.5 ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ ആരാണ്? രശ്മി എവിടെ ഫ്ലാഗ് പോസ്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ലൈനാണ്. നേരത്തെ നമ്മൾ എവിടെ നിഹാരികയുടെ എഴുതി സെക്കൻഡ് ലൈനിൽ 25th ഫ്ലവറിന്റെ കറക്റ്റ് 25th ഫ്ലവറിന്റെ അവിടെയാണ് അവൾ എത്തിയത്. അതുകൊണ്ട് 225. സെക്കൻഡ് ലൈനിൽ 25th ഫ്ലവർ പറയുമ്പോൾ 25 മീറ്ററിൽ. ദെൻ പ്രീത് 8th ലൈനിൽ അഥവാ എക്സിൽ 20th ഫ്ലവർ എന്ന് പറയുമ്പോൾ 20 മീറ്ററിലായിരിക്കണം അവൾ അത് പോസ്റ്റ് ചെയ്യുന്നത്. ഇനി അത് പ്രകാരം ഇതൊന്ന് പറഞ്ഞ്, എക്സ് കോർഡിനേറ്റ് 5 ആണ്. സോ ഫിഫ്ത്ത് ലൈനിൽ 22.5 മീറ്ററിൽ വേണം എന്ത് ചെയ്യാൻ? പോസ്റ്റ് ചെയ്യണം. അഥവാ 22nd-ന്റെയും 23rd-ന്റെയും സെൻറ്ററിൽ. ഓക്കെ, 22nd ഫ്ലവർ പോട്ട് പറയുമ്പോൾ 22 മീറ്റർ ആയി. 23rd ഫ്ലവർ പോട്ട് പറയുമ്പോൾ 23rd മീറ്റർ ആയി. 22nd-ന്റെയും 23rd-ന്റെയും നടുക്ക്. ഓക്കെ, അപ്പോൾ ഫിഫ്ത്ത് ലൈനിൽ 22.5 മീറ്ററിൽ വേണം ആര്? രശ്മി ഫ്ലാഗ് പോസ്റ്റ് ചെയ്യാൻ. ആൻഡ് ദാറ്റ് ടൈം ഇറ്റ് വിൽ ബി ദ എക്സാക്ട് മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് 225 and 820. And what are 225 and 820? And 225 is Niharika and 820 is പ്രീത്. നിഹാരികയുടെയും പ്രീതിൻ്റെയും നടുക്ക് രശ്മി ഫിഫ്ത്ത് ലൈനിൽ 22.5 മീറ്ററിൽ വേണം എന്ത് ചെയ്യാൻ? ഇത് പോസ്റ്റ് ചെയ്യാൻ. ഓക്കെ.